ഹലോ! നമുക്കിന്ന് ഈസി ആയിട്ട് ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കിയാലോ? നോമ്പ് കാലത്ത് എല്ലാവരുടെയും ഇഷ്ട വിഭവമല്ലേ തരിക്കഞ്ഞി എന്ന് പറയണത്. അപ്പം നമ്മൾ നാളികേരപ്പാലിലാണ് ട്ടോ ഉണ്ടാക്കണത്. അതിനായിട്ട് നാളികേരം ചിരകിയത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ട്ടോ. അതിലേക്ക് 2 ഏലക്കായ കുത്തിയിടുന്നുണ്ട്. നല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ട്ടോ. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട്. അങ്ങനെ ചെറുതീയിൽ കൈവിടാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ട്ടോ. നമ്മൾ ഈ സാധാരണ പാലിൽ ഉണ്ടാക്കണേക്കാട്ടി നല്ലതാണ് നാളികേരപ്പാലിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കൈവിടാണ്ട് ഇളക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പം അത്യാവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മധുരം വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് ട്ടോ, അല്പം മാത്രം. അങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതാ ഈ ഒരു പരിവാവും. നല്ല കുറുകി വരുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ വരും. കഴിഞ്ഞു പണി. അപ്പോൾ നമുക്കിതാ ഒരു പാൻ വെച്ചിട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിലാണ് കേട്ടോ വാട്ടണത്. അങ്ങനെ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കാച്ചുന്നുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിക്കണം. അപ്പം തന്നെ നെയ്യുടെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരും ട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് തരിക്കഞ്ഞി. അങ്ങനെ ദാ അത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ലാസ്റ്റ് മധുരം നോക്കിയിട്ട് അതും കൂടെ ഒന്ന് നോക്കണേ, ട്രൈ ചെയ്യണേ.